നമസ്കാരം. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ JB കോശി കമ്മീഷനിലെ 222 നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കി എന്നുള്ള ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഭാരതീയ ജനതാ പാർട്ടിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ പൂഴ്ത്തിവെച്ചുകൊണ്ട് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ, വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുവാൻ, ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. കാണാമറയത്ത് ഒളിച്ചു വെക്കുവാൻ ഇത് പോസ്കോ കേസിലെ FIR ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാനും ഇത് പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യാനുമൊക്കെ അവസരമുണ്ടാകണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് 2020 ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാപട്യം കൃത്യമായി വെളിവാക്കുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാകുന്നത്. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് 2020 നവംബർ മാസത്തിലാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഇത്തരത്തിലൊരു കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത്. 2023 മെയ് മാസത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 33 മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടാണ് സർക്കാർ 33 മാസം ഒളിച്ചു വെച്ച് സഭയുടെയും അതുപോലെ സമൂഹത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ളത്. പ്രഖ്യാപിച്ച 222 പദ്ധതികൾ ഇന്ന് ദീപികയുടെ എഡിറ്റോറിയൽ, ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 222 പദ്ധതികളിൽ ഏതെങ്കിലും ഒരു കാര്യം ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനോ ഗുണകരമായ എന്തെങ്കിലും പദ്ധതികൾ അതുവഴി നടപ്പിലാക്കിയത് വഴി ഈ സമൂഹത്തിന് എന്തെങ്കിലും മെച്ചമുള്ളതായിട്ട് അറിയാൻ കഴിയുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കാപട്യമാണ്. മാത്രമല്ല, ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് 33 മാസം ഇത് സർക്കാർ ഒളിച്ചു വെച്ചിട്ടും ഇതിനെതിരെ ഒരക്ഷരം പോലും കോൺഗ്രസ് നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരും ആരെയോ ഭയക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് ഇതുമായി എന്തോ ഒളിച്ചു വെക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സംസ്ഥാനത്തുടനീളം സിറ്റിങ്ങുകൾ നടത്തി, അഭിപ്രായങ്ങൾ സ്വരൂപിച്ച്, പഠനങ്ങൾ നടത്തി സമഗ്രമായ റിപ്പോർട്ട്, വലിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ സർക്കാർ നടത്തുന്ന ഈ ഒളിച്ചു കളി ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ പണം ഉപയോഗിച്ച് ഞാൻ 2 പ്രാവശ്യം ഈ റിപ്പോർട്ടിൻ്റെ കോപ്പി ആവശ്യപ്പെട്ട് വിവരാവകാശം കൊടുത്ത ഒരാളാണ്. നമുക്ക് കിട്ടുന്ന മറുപടി, ആ റിപ്പോർട്ട് വിവിധ വകുപ്പുകൾക്ക് അതിൻ്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനായി അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതിന് അനുവദനീയമല്ല. നമുക്കറിയാം 2007 സച്ചാർ കമ്മീഷന് ശേഷം പാലോളി കമ്മിറ്റി വന്ന സമയത്ത് ഈ ഒളിച്ചുകളിയൊന്നും ആർക്കും ഇല്ലായിരുന്നു. 28 ദിവസം കൊണ്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയത്. നല്ല കാര്യം. പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അതിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത് നല്ലതായി തന്നെ BJP കരുതുന്നു. പക്ഷേ അതിൽ തിരിച്ചു വ്യത്യാസം പാടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമുദായത്തിനു വേണ്ടി അതിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ആരാണ് ഭയക്കുന്നത്? അതിനെ എന്തിനാണ് പൂഴ്ത്തിവെക്കുന്നതെന്ന് പിണറായി വിജയൻ പറയണം. അതിന്മേൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് എന്താണെന്നും ഇവിടെ BJP ആരായുകയാണ്. അതുപോലെ ഈ വിഷയത്തിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങളുണ്ട്.
അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സർക്കാർ നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി മെറിറ്റ് ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജുകളിൽ, എയ്ഡഡ് കോളേജുകളിലുള്ളത് 10%. ആ 10% എന്നുള്ള 20%ആക്കി വർദ്ധിപ്പിക്കണമെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി അറ്റവും മൂലയൊക്കെ ആയിട്ട് പുറത്തു വന്നതിൽ നമുക്ക് കിട്ടുന്നതാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തെ സർക്കാർ ഇന്നുവരെ കണ്ടതായിട്ട് നമുക്കറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല, സ്കോളർഷിപ്പ് സംബന്ധിച്ച് നമുക്കറിയാം, ഈ പാലോളി കമ്മിറ്റി വന്നതിന് ശേഷം CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അന്ന് സർക്കാർ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ്, സമാനമായ സ്കോളർഷിപ്പിൻ്റെ നിർദ്ദേശം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും, അതായത് പ്രകടമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. സാധാരണയായി ഭരണ സംവിധാനങ്ങൾ നടന്നു പോകുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ കമ്മീഷൻ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ അടിസ്ഥാനപരമായി സമൂഹത്തെ ബാധിക്കുന്ന ദീപികയുടെ മുഖപത്രം അതാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് വഴി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം. പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ക്രൈസ്തവർക്കും ക്രൈസ്തവ മേഖലയ്ക്കും തുല്യ പരിഗണന നൽകണം, ഇതിനകത്തൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തിൽ ക്രൈസ്തവർ അധിവസിക്കുന്ന മേഖലകൾ ഏതാണ് എന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. കാലങ്ങളായിട്ടുള്ള സഭയുടെ ആവശ്യമാണ് ക്രൈസ്തവർ കൂടുതലായി അധിവസിക്കുന്ന മേഖലകളെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഇന്ന് വരെയും സംസ്ഥാന സർക്കാർ ആ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടില്ല.